ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേസി ട്രാവൽമേറ്റ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് എന്നൂര് എന്ന ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ കയറി വേണം നമ്മുടെ പൈതൃക ഗ്രാമത്തിലെത്താൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ജീപ്പിൽ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് പൈതൃക ഗ്രാമത്തിലേക്ക് ജീപ്പിലേക്കാണ് പോകുന്നത്. കുന്നിൻ മുകളിലാണ് ഈ പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ അടുത്താണ് എന്നൂര് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഗോത്ര ജനതയുടെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുകയും അവരുടെ അറിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന ഒരു സംരംഭമാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം. ഗോത്ര ജനതയുടെ വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്താനാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം പരിശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ ഗേറ്റിലാണുള്ളത്. ഇവിടെ നിന്ന് 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറുവാൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഒരു മലമുകളിലാണ് ഈ ഗ്രാമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുണ്ടെങ്കിൽ വയനാടിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ വയനാട്ടിൽ എപ്പോഴും കാണാറുള്ള കോടയും മഴയും നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് സനേഷാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് ഗോത്രഗ്രാമം കാണാൻ വേണ്ടിയിട്ട് വന്നത്. നടക്കുവാൻ വേണ്ടി നടപ്പാതയൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെങ്കല്ല് പാകിയ സ്റ്റെപ്പുകളും അതേപോലെ തന്നെ മുകളിലെത്തുമ്പോൾ ഇവിടെ നിലം ഫുള്ള് ചെങ്കല്ല് കൊണ്ട് പാകിയിട്ടുണ്ട്. അതേപോലെ ചുമരുകൾ ഒരു പഴമയുടെ ടച്ച് നൽകിയിട്ടുണ്ട്. ഇതൊരു ഹോള് പോലെയാണ് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളായിരിക്കാനാണ് സാധ്യത. ഒരു ആർച്ച് രൂപത്തിലാണ് ഈ ഹോളിൻ്റെ നിർമ്മിതി. അതേപോലത്തെ ചുമരിൽ ഒരു ഗോത്ര ജനവിഭാഗത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ സംസ്കാരമാണ് ഈ പെയിൻറ്റിങ്ങിൽ മുഴുവനായിട്ടും വരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലെത്തിയപ്പോൾ ആദ്യം കാണുന്നത് ട്രൈബ്സ് ഇന്ത്യ എന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഗോത്രജനതയുടെ വസ്ത്രങ്ങളും മറ്റുമാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഗോത്രജനത ഉണ്ടാക്കുന്ന അവരുടെ വസ്തുക്കൾ വിറ്റഴിക്കാനുള്ളൊരു എക്സിബിഷൻ എന്നാണ് സർക്കാർ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതൊരു ഓപ്പൺ തിയേറ്ററാണ്. ഇവിടെയാണ് ഗോത്രകലകൾ പ്രദർശിപ്പിക്കാനുള്ള അവരുടെ ഒരു വേദി. ഇതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണശാലയാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളൊരു ഭക്ഷണശാല തന്നെയാണത്. ഇവിടുത്തെ എല്ലാം നിർമ്മിതിക്കും തന്നെ ഒരു പഴമയുടെ ടച്ച് അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് എത്തിയത്, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാവാം അടുത്തത്. അപ്പോൾ ഇവിടെ ചോറും അതിൻ്റെ കൂടെ വിഭവങ്ങളെല്ലാം ഉണ്ട്. കറിയുണ്ട്, മീൻകറിയുണ്ട്, പച്ചക്കറിയുണ്ട്. അതിൽ മീൻകറി അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പച്ചക്കറി നല്ല അടിപൊളി പച്ചക്കറി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എക്സിബിഷൻ സെൻറ്ററിലേക്കാണ്. അവിടെ ആദ്യം തന്നെ നമ്മൾ വരവേൽക്കുന്ന ഒരു മരുന്ന് കടയാണ്. ഗോത്രവർഗ്ഗക്കാരുടെ മരുന്നുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചത്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് പൈസയാവും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുവാണെങ്കിൽ അതിൽ എത്രയോ രൂപ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. രോഗങ്ങളുടെ പേരും അതെല്ലാം മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ലിസ്റ്റ് അവരിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിയിട്ടത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്
അതിൻ്റെ കൂടെ ഒരു ലിസ്റ്റ് അവർ തരുന്നതാണ്. സംശയങ്ങൾ ചോദിക്കാൻ വൈദ്യരുടെ പേരും ഫോൺ നമ്പറും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളെ ചെടികൾ വിൽക്കുന്ന ഒരു എക്സിബിഷനാണ് അടുത്തത് തന്നെ ഉള്ളത്. ഇനി നമ്മളതിന് മുകളിലേക്ക് കയറി നോക്കുകയാണ്. ഇവിടെയും ഒരുപാട് സ്റ്റാളുകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റാളുകളൊക്കെ ഒന്ന് കയറി പോവുകയാണ്. ഇവിടെ എല്ലാം തന്നെ ഗോത്രവർഗ്ഗക്കാർ നിർമ്മിക്കുന്നതും അതേപോലെ വയനാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റി ഉള്ളതും വളരെ ശുദ്ധമായ പ്രൊഡക്റ്റുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാം കാണുകയും ചെയ്യാം, ഗോത്രവർഗ്ഗക്കാരുടെ ജീവിത രീതി പരിചയപ്പെടുകയും ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങുകയും ചെയ്യാം. ഇതൊക്കെ അവരുടെ കരകൗശല വസ്തുക്കളാണ്. മുളയിലും തടിയിലും മണ്ണിലുമൊക്കെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഗോത്രവർഗ്ഗക്കാരുടെ ചിത്രപ്രദർശനമാണ്. ഇതിനുള്ളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഫോട്ടോകളാണുള്ളത്. എടുത്തതൊക്കെ ആരാന്ന് അതിനുള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഇവരുടെ പേരും എടുത്ത ആളുടെ പേരും അതിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു കഫ്റ്റീരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു മെനു ആണ് നമുക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അവർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. വനറാണി ചിക്കൻ. മസാല പച്ചിലാണ്, ചിക്കനാണ്. കോംബോ ഉണ്ടാവും. ഓപ്പോസിറ്റാണ്. രണ്ട് പീസ് ചിക്കൻ, പിന്നെ ചിക്കൻ്റെ കൂടെ ചട്നിയും ദോശയും 2 പീസ് ചിക്കനും ചമ്മന്തി ചട്നി 200 രൂപ. വനറാണി ചിക്കൻ കണ്ടിട്ട് കൊതി വരുവാണ്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ വരുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ നേരെ ഗോത്രവർഗ്ഗക്കാരുടെ കഫ്റ്റീരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചിക്കനും ദോശയും കഴിക്കാം. ഇത് അവരുടെ മെനു ആണ്. എല്ലാം റീസണബിൾ റേറ്റ് ആണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന ഗോത്ര പൈതൃക ഗ്രാമം. ഏതാണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ വീടുകൾ പോലെ തന്നെയാണ് ഈ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം അവിടേക്കുള്ള വഴികളും മതിലുകളും എല്ലാത്തിനും ഒരു പഴമ അവർ നിലനിർത്തിയിട്ടുണ്ട്. പണിതത് പുതിയ രീതിയിലും ഭാവത്തിലുമാണെങ്കിലും അവർ പഴമയുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്കതിനുള്ളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മൾ പൈതൃക ഗ്രാമത്തിലേക്ക്. നല്ല ഭംഗിയുള്ളൊരു നടപ്പാതയാണ് പൈതൃക ഗ്രാമത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതേപോലെ മണ്ണിൽ പണിതുപോലത്തെ ഒരു മതിലാണ്. ശരിക്കും ഇത് മണ്ണിലല്ല പണിതിരിക്കുന്നത്, സിമെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതേ ഒരു പഴമയുടെ ടച്ച് നൽകിയിട്ടാണ്. ഇതാണ് ഗോത്രഗ്രാമത്തിലെ കുടിലുകൾ. കുടിലിൻ്റെ മേൽക്കൂര വൈക്കോല കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉൾവശം അവർ മുള കൊണ്ടുള്ള ഒരു പായ അതുകൊണ്ടാണ് നിർമ്മിച്ചത്. എല്ലാം കെട്ടിലും മട്ടിലും അവർ ആ പഴമ അതിന് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഗോത്രഗ്രാമത്തിൽ എത്തിപ്പെട്ട അതേ ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെ ചെന്നാലും ഉണ്ടാവുക. ചുറ്റുവട്ടത്തും മലകളും അതേപോലെ
മഴയും കോടയും എല്ലാം നമ്മളെ ആ ഒരു ഫീലിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. മുളകൾ കൊണ്ടുണ്ടാക്കിയൊരു വാതിലാണ്. മുളകൾ കൊണ്ട് പാനൽ ചെയ്തിട്ടേ ഉള്ളൂ, മരം കൊണ്ടുണ്ടാക്കിയ വാതിൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മുള കൊണ്ടുള്ളൊരു മാറ്റാണ് അതിന് സീലിംഗ്. വെളിച്ചത്തിന് വേണ്ടിയിട്ട് പുതിയ മോഡൽ ലൈറ്റുകളാണ് അതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. കറണ്ടും വെളിച്ചവും ഉണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എല്ലാ വീടിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് രൂപം നൽകിയിട്ടുള്ളത്. വലുപ്പത്തിലും മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ഈ എക്സിബിഷൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഈ ഗ്രാമവും ചുറ്റുമുള്ള മലനിരകളും പിന്നെ നമുക്ക് കൂട്ടിന് വരുന്ന മേഘങ്ങളും കോടയും തീർച്ചയായും എല്ലാവരെയും പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മളോട് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പൈതൃക ഗ്രാമത്തോട് ഇവിടെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. കൂടെയുള്ളത് സനേഷാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് ഈ ഗ്രാമം കാണുക. തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും ഈ എന്നൂര് പൈതൃക ഗ്രാമം സമ്മാനിക്കുക. പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുക. അത് അവർക്ക് കൂടെ ഒരു ഉപകാരമായിരിക്കും. നമ്മൾ ഗേറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാത്ത് അവിടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. നമുക്ക് ആ ജീപ്പിൽ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കതിൽ കയറി തിരിച്ചു പോകാം. തിരിച്ചു പോകാൻ നമ്മൾ ജീപ്പിന് വേറെ പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ ആദ്യം കൊടുത്ത ടിക്കറ്റ് തന്നെ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. നമ്മൾ വന്ന ജീപ്പിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. വന്ന ജീപ്പിൽ തന്നെ തിരിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് ജീപ്പിൽ വേണമെങ്കിൽ തിരിച്ചു പോകാം. പക്ഷേ നമ്മളിപ്പോൾ വന്ന ജീപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ജീപ്പിൽ തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.